ഗൈസ്, അപ്പോൾ ഞാനിന്ന് വന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയും എന്നോടൊക്കെ കുറേ ആൾക്കാർ ചോദിച്ചു ഓപ്പറേഷൻ ചെയ്തിട്ട് എങ്ങനെയുണ്ട്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റി പറയാനായിട്ടാണ് വന്നത്. ഓപ്പറേഷൻ ചെയ്തിട്ട് ഒരു ഉപയോഗമില്ല. CMC-കാരെന്നെ നല്ല രീതിയിൽ വലിപ്പിച്ചു. പിന്നെ പ്രത്യേകമായിട്ട് പറയേണ്ടത് ഡോക്ടേഴ്സിൻ്റെ സർവീസ്. ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഡോക്ടറിൻ്റെ സർവീസ് വളരെ നല്ലതായിരുന്നു. അതുകൊണ്ട് ഇൻഫെക്ഷനൊക്കെ അടിച്ച് നല്ല നല്ല രസമായിട്ട് 10 ദിവസം കൊണ്ട് നാട്ടിൽ വരേണ്ട ഞാൻ 1.5 മാസം, അല്ല 2 മാസം, മൊത്തത്തിൽ 2 മാസം ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. ടെൻഡൻ റിലീസ് എന്ന് പറഞ്ഞൊരു സർജറി തന്നെ ചെയ്യാമെന്നൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ 8 ഓപ്പറേഷൻ ആയിരുന്നു. 8 ഓപ്പറേഷൻ ചെയ്തതിൻ്റെ അകത്ത് ഒരെണ്ണം ഇൻഫെക്ഷനായി. അത് എന്നിട്ട് വന്ന് ഇൻഫെക്ഷൻ ആയെന്നെല്ലാം മനസ്സിലായി. ഇന്നോലെ അതിൻ്റെ ബ്ലഡ് കണ്ടന്റ് കിടപ്പുണ്ട്, ഇനിയും ഡ്രെയിൻ ഒന്നും ഇടേണ്ട ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ അവർ പറഞ്ഞത്. അപ്പോൾ ഡ്രെയിൻ ഒന്നും ഇട്ടില്ല. അങ്ങനെ മൊത്തം ഇൻഫെക്ഷനായി. അത് കഴിഞ്ഞിട്ട് അവർ എന്തൊക്കെ പറഞ്ഞു, ജനറൽ സർജൻ വന്ന് കാണും, ജനറൽ സർജൻ വന്ന് നോക്കിയിട്ട് എന്താ പറയുന്നത്. ഇവരെന്തൊക്കെ ചോദിച്ചു പോലും ഇല്ല, എന്തൊക്കെ ഒന്ന് പറയുമെങ്കിലും, അറ്റ്ലീസ്റ്റ് ഒന്ന് പറയുമെങ്കിലും ചെയ്യണ്ടേ. ഒരു പുള്ളി രാത്രി വന്നു, സ്റ്റിച്ച് മൊത്തം അഴിച്ചു വിട്ടു. ആ കിടന്ന സ്റ്റിച്ചെല്ലാം മൊത്തം അഴിച്ചിട്ട് പുള്ളി അത് തുറന്നു വെച്ചിട്ട് പുള്ളി പാട്ടിന് പോയി. ഞാനതൊന്നും അറിയുന്നില്ല. രാവിലെ ഡോക്ടർ വന്നിട്ട് റൗണ്ട്സിന് വന്നപ്പോഴാണ് പറയുന്നത് ഇന്നപോലെ സ്റ്റിച്ചെല്ലാം റിമൂവ് ചെയ്തു. അപ്പം ഞാൻ കൊള്ളാം, സൂപ്പർ, സ്റ്റിച്ചെല്ലാം റിമൂവ് ചെയ്തെന്ന്. ഭയങ്കര നല്ല രസമായിരുന്നു. അങ്ങനെ സ്റ്റിച്ചെല്ലാം റിമൂവ് ചെയ്ത് അപ്പോഴാണ് ഞാൻ അറിയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഇന്ന പോലെ അപ്പോഴാണ് ജനറൽ സർജൻ അതിൻ്റെ അകത്ത് നിന്ന് കോട്ടൺ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോഴാന്ന് പറഞ്ഞ് ചെറുതായിട്ട് ഇന്നപോലെ ബാക്ടീരിയ ഉണ്ട് എന്നുള്ള വിവരമൊക്കെ അറിഞ്ഞത്. അത് കഴിഞ്ഞ് ഒരാഴ്ച ഡ്രസ്സ് ചെയ്ത് ക്ലീൻ ചെയ്യുന്നത് ഓക്കെ. ഇത് ഒരാഴ്ച കഴിഞ്ഞിട്ടും ഇതിങ്ങനെ തന്നെ ചെയ്ത് നമ്മളെ എത്രത്തോളം അവിടെ കിടത്താവോ അത്രത്തോളം കിടത്തി പണ്ടാരം ഒടുക്കി എൻ്റെ എത്ര എന്തോരം സമയം പോയി, എൻ്റെ എന്തോരം എനിക്ക് ചെയ്യേണ്ട എന്തൊക്കെ കാര്യങ്ങൾ മിസ്സായെന്നറിയാം. ഞാൻ എന്നിട്ട് പറയുന്നുണ്ട് സ്റ്റിച്ച് ഇട്ടൂടെ. ഇപ്പൊ ഇൻഫെക്ഷൻ ഒന്നും ഇല്ലാന്ന് അവർ പറയുന്നുണ്ട്. വൈറ്റ് കാസ്റ്റ് അങ്ങനൊന്നും സംഭവം ഒന്നും വരുന്നില്ല, വൈറ്റ് ഡിസ്ചാർജ് ഒന്നും വരുന്നില്ല, ഒരു കുന്തവും വരുന്നില്ല, ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയുന്നു. അപ്പൊ പിന്നെ സ്റ്റിച്ച് ഇട്ടൂടെ എന്ന് ഞാൻ പലതവണ അവർക്ക് ചോദിക്കുന്നത്. അപ്പൊ സ്റ്റിച്ച് ഇടാൻ പറ്റിയതല്ല. അപ്പൊ ഞാൻ ഓൾഡ് CMC-യിൽ കിടക്കുന്നു. ഓൾഡ് CMC എന്ന് പറഞ്ഞാൽ മെയിൻ ഹോസ്പിറ്റലാണ്, റീഹാബിറ്റേഷൻ ഒന്നും അവിടെ ഇല്ല. അവിടുന്ന് പിന്നെ എന്നെ റീഹാബിറ്റേഷനിലോട്ട് വിട്ടു. അത് എന്തിനാന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഞാനവിടെ റീഹാബിറ്റേഷനിൽ പോയിട്ട് ഒരു ദിവസം പോലും തെറാപ്പി ചെയ്തിട്ടില്ല. അവിടുത്തെ തെറാപ്പിസ്റ്റുകളും എന്തൊക്കെ പറഞ്ഞത്, നിനക്ക് ഇന്നോലെ ഇത്രയും വലിയ വൂണ്ട് വെച്ചുകൊണ്ട് തെറാപ്പി ചെയ്യാൻ പറ്റുന്നതാണ്. എനിക്ക് വൂണ്ട് കാണിക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ആ വൂണ്ടിന്റെ ഫോട്ടോ ഇട്ടാ നമുക്ക് യൂട്യൂബിന്റെ പോളിസിക്കകത്ത് അത് 18+ അങ്ങനെയൊക്കെ ആക്കേണ്ടി വരും. അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ അത്രയും വലിയൊരു വൂണ്ടായിരുന്നു. ഏകദേശം വേണ്ടി ഈ ഒരു സൈസിലുള്ള ഒരു വൂണ്ടായിരുന്നു അത്. അതിപ്പോ കരിഞ്ഞേണ്ടി ഈ ഒരു ലെവലായിരിക്കുക. എന്നാൽ പോലും അതിന് ഡെപ്ത് ഉണ്ട്. അപ്പൊ ഇത്രയൊക്കെ ആയിട്ട് എന്നിട്ട് ജെന്യുവൻലി പറയാലോ, ഒരു 2 ഡോക്ടേഴ്സ് ഉണ്ട്, അവരെന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ട് മാത്രം ഞാൻ തിരിച്ച് റീഹാബിൽ വന്നിട്ട് എന്നെ സ്റ്റിച്ച് ഇട്ടു. ഇപ്പോഴാണെങ്കിൽ പോലും എനിക്ക് ഞാൻ എന്ത് മെസ്സേജ് തിരിച്ച് എനിക്ക് റിപ്ലൈ തരും, എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തരും. ഇപ്പോഴും അവരെന്നെ അത് ചെക്ക് എല്ലാം ഓക്കെ ആയിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ ചിലര് നല്ല 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 ഇതായിട്ടാ. അങ്ങനെ ഒരു തൊലിഞ്ഞൊരു സർജറി ആയിരുന്നു എനിക്ക്. അവരെന്തൊക്കെ പറഞ്ഞാൽ 79% അല്ലേ, പോട്ടെ 70% എങ്കിലും ഒന്ന് ശരിയായിരുന്നേ കുഴപ്പമില്ല. ഇത് 70% ഒന്നുകൂടെ കൂടിയിട്ടേ ഉള്ളൂ എനിക്ക്, സ്പാസവും കോപ്പും ഒക്കെ കൂടെ. ഇപ്പൊ പൈസയും വെറുതെ പോയി, സർജറി ചെയ്തത് നാശമായി, മൊത്തത്തിൽ പ്രശ്നമായി. ഇപ്പം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, വലിച്ചിരുന്നു. പറയാനുള്ളതെന്ന് പറഞ്ഞാൽ CMC ഇപ്പൊ സർജറി ഒന്നും ചെയ്യാതിരിക്കുന്നത് നല്ലത്. CMC റീഹാബിറ്റേഷന് ബെസ്റ്റാ. റീഹാബിറ്റേഷന് CMC വെല്ലൂര് ഭാഗമായിട്ടുള്ളത് ഐ എം ഡാം ഷുവർ അത് എന്തുകൊണ്ടും ഒരു മികച്ച ഒരു സംഭവമാണ്. എനിക്ക് റീഹാബിറ്റേഷൻ അവിടുത്തെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവിടുത്തെ ബാക്കിയുള്ളതൊന്നും എനിക്ക് അത്ര ഇതൊന്നും മറ്റു തോന്നുന്നൊന്നുമില്ല. മീൻസ് എന്താന്ന് പറഞ്ഞാൽ എനിക്ക് അവിടുത്തെ ഡോക്ടേഴ്സ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഡോക്ടറിന്റെ ഒക്കെ ഓരോ ഇതും അവരോട് ചോദിക്കാനുള്ള റിപ്ലൈസ് ഇല്ല. അവരെനിക്ക് 2 സർജറി സജസ്റ്റ് ചെയ്തത്. പേഴ്സണലി ഡോക്ടർ സജസ്റ്റ് ചെയ്ത സർജറി അല്ല ഞാൻ ചെയ്തത്. എന്നാൽ പോലും അത് കുഴപ്പമില്ല, അത് നിങ്ങളുടെ ഇഷ്ടം, ഹോപ്പ്
എന്നുവെച്ചാൽ ഞാൻ ഇപ്പൊ പറയാം, മൊത്തത്തിൽ കണ്ടിച്ചു കളയാന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. എന്നുവെച്ചാൽ നടക്കാൻ, നിങ്ങൾ പറയുന്ന പോലെ ഇനി നടക്കാൻ ചാൻസ് ഇല്ല ഞാനിപ്പോ. അപ്പൊ നടക്കത്തില്ല എന്നുള്ള ഒരു രീതിയിൽ, കട്ട് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഒരു സർജറി. അപ്പൊ അത് ചെയ്യാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ പേഴ്സണലി നമ്മുടെ വീട്ടുകാരെല്ലാവരോടും എന്തായാലും പറയും അത് ഇന്ന പോലെ വേണ്ട, എന്തേലും ഭാവിയിൽ എന്തേലും മെഡിക്കൽ ഫെസിലിറ്റീസ് ഒക്കെ വന്നാലോ അതായതാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ടെൻഡൻ റിലീസ് എന്ന് പറഞ്ഞു, ചെറുതായിട്ട് ഇങ്ങനെ ടിഷ്യൂ ഇങ്ങനെ ഒന്ന് എക്സ്ട്രാക്ട് ചെയ്ത്, സോറി മസിൽസ് ഒക്കെ ഒന്ന് എക്സ്ട്രാക്ട് ചെയ്ത്, അപ്പൊ ഇങ്ങനെ വലിയത്തില്ല ഒത്തിരി, ആ ഒരു രീതിയിലുള്ള സർജറി ചെയ്തത്. അത് ചെയ്തിട്ട് ഒരു ഉപയോഗമില്ല. അത് ചെയ്ത 79% വ്യത്യാസം എന്തായാലും അറിയുന്ന പറഞ്ഞു. എനിക്ക് 1% പോലും വ്യത്യാസമൊന്നും അറിയുന്നൊന്നുമില്ല. പിന്നെ കാലകത്തിയിട്ടൊക്കെ ഇപ്പൊ കണ്ട വ്യത്യാസം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പുള്ളി ഒന്ന് ഇപ്പൊ ഒന്ന് നോക്കണം, അതൊക്കെ അതിന്റെ ഒക്കെ എക്സ്ട്രീം ലെവലിലോട്ട് പോയി. ഇപ്പൊ വീഡിയോ റെക്കോർഡിംഗ് അല്ലേ. ആ, എന്നിട്ട് അങ്ങനെയൊക്കെ മൊത്തം പ്രശ്നമായിട്ട് ഞാനാ ഗൈസ് ഇടയ്ക്ക് വന്നത്, ശല്യം ചെയ്തതിൽ ക്ഷമിക്കണം. ഒക്കെ ദേഷ്യം, മൊത്തത്തിൽ എനിക്ക് ദേഷ്യമായിരുന്നു. CMC വെല്ലൂർ ഇത്തവണ പോയപ്പോൾ ഞാൻ ഭയങ്കര നെഗറ്റീവ് അടിച്ച്, ഭയങ്കര നെഗറ്റീവ്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ഇത്തവണ. ആ സർജറിക്ക് മെയിൻ പർപ്പസ് സർജറി ആയിരുന്നു. സർജറി എന്ന് പറഞ്ഞിട്ട് സർജറി ചെയ്തിട്ട് അവിടെ കുറെ ചുമ്മാ കിടത്തി ഡ്രസ്സും ചെയ്ത് കിടത്തിയിട്ട് അവസാനം ആ ഡോക്ടർ, പേഴ്സണലി ഞാൻ പറയുന്നില്ല ആ ഡോക്ടർ എന്നോടൊക്കെ പറഞ്ഞു ഇടപെട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ഈ ഈ ഒരു ഏരിയ ആയോണ്ട് അവിടെ നല്ലതായിട്ട് സെറ്റ് ആകുമ്പോൾ എല്ലാം അവിടെ എന്തേലും ഇതായ പിന്നെ ഇൻഫെക്ഷൻ ആവുമല്ലോ. ഇൻഫെക്ഷൻ ആവാതിരിക്കണമെങ്കിൽ സ്റ്റിച്ച് ഇട്ടിട്ട് പിന്നെ ഡ്രസ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ. അങ്ങനെ സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഭേദമായത്. പിന്നെ മുറിവ് പയ്യെ കരിഞ്ഞ് ഇപ്പൊ നാട്ടിൽ വന്നിട്ട് ഇപ്പൊ ഞാൻ 1.5 മാസമായിട്ട് ഇപ്പോഴും ഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുക വൂണ്ട്. ഇപ്പോഴും അത് കരിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഇങ്ങനെ ചെറിയ ഇത്രയുള്ള ഒരു ഇതായിട്ട് കിടപ്പുണ്ട്. എന്നിട്ട് അത് അകത്തോട്ട് കിഴുത്ത പോലെ ഇങ്ങനെ നല്ല ഡെപ്തും ഉണ്ട്. അതിന് കരിച്ചു കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. അതിന്റെ മുറിവ് എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല. എനിക്ക് മെസ്സേജ് അയക്കാൻ നോക്കാം, ഞാൻ പേഴ്സണലി വേണം സെൻഡ് ചെയ്ത് തരാം. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വല്ലതും DM ചെയ്യുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഏത് ഡോക്ടറിനെ കാണിക്കരുത്, ഏത് ഡോക്ടറിനെ കാണിക്കണം, ഏത് തെറാപ്പിസ്റ്റാ ബെറ്റർ, എല്ലാം ഞാൻ പറഞ്ഞുതരാം. അത് എന്തായാലും എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്തവണത്തെ സർജറി. ഞാൻ നേരത്തെ ഇതിന് മുന്നത്തെ വീഡിയോ എടുത്ത് പറഞ്ഞായിരുന്നു എനിക്ക് എൻ്റെ വൂണ്ട് ഏകദേശം ഹീലായിട്ട് ഞാൻ പറയാവുന്ന. എൻ്റെ വൂണ്ട് ഏകദേശം ഹീലായി. അതുകൊണ്ട് ഞാൻ ഇനി ഒന്ന് പറയുന്നത്, എന്തായാലും പോയി, വെറുതെ ആയി, കാശും പോയി, എല്ലാം വെറുതെ, മൊത്തത്തിൽ വെള്ളത്തിൽ.